വഖഫ് ബോർഡ് കൈയടക്കിയ ഗുരുവായൂർ ദേവസ്വം ഭൂമി തിരിച്ചുപിടിക്കാൻ ഹൈന്ദവ സംഘടനകൾ പ്രക്ഷോഭത്തിലേക്ക്. മലപ്പുറം പൊന്നാനിയിൽ കാഞ്ഞിരമുക്ക് തളി മഹാശിവക്ഷേത്ര ഭൂമിയാണ് വഖഫ് ബോർഡ് കൈക്കലാക്കിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം നിലനിന്നിരുന്ന ഭൂമി ഇപ്പോൾ ഇസ്ലാം മത പരിവർത്തന സ്ഥാപനമായ മൗനത്തുൽ ഇസ്ലാം സഭയുടെ കീഴിലാണ്. ക്ഷേത്രഭൂമി തിരിച്ചു കിട്ടാൻ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് പ്രത്യക്ഷ പ്രക്ഷോഭങ്ങൾ ഒരുങ്ങുന്നത്. വിവരങ്ങളുമായി ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, പൊന്നാനിയിലാണ് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ പൗരാണികമായ ഒരു ക്ഷേത്രം വഖഫ് ബോർഡിൻ്റെ കയ്യിലാവുന്നത്. അവിടെ വഖഫ് ബോർഡിൻ്റെ ഒരു സ്ഥാപനവും പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഈ ക്ഷേത്രം അവിടെ സമ്പൂർണ്ണമായി അല്ലെങ്കിൽ ക്ഷേത്രവും അതിൻ്റെ ഭൂമിയും സമ്പൂർണ്ണമായി വഖഫ് ബോർഡിൻ്റെ കയ്യിൽ ആയിരിക്കുന്നു. പുതിയ പ്രക്ഷോഭങ്ങൾ അവിടെ രൂപം കൊള്ളുന്നു. കൂടുതൽ വിവരങ്ങൾ ഗോകുൽ. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ച് ഈ ക്ഷേത്രഭൂമി തിരികെ കിട്ടാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടങ്ങാൻ അവിടെയുള്ള ഹൈന്ദവ വിശ്വാസികൾ തയ്യാറെടുക്കുന്നു. ഒരേ സമയം നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലും അവർ തയ്യാറെടുക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഈ ക്ഷേത്രഭൂമി വിട്ടുകിട്ടാൻ ആവശ്യമായിട്ടുള്ള ഹർജി ഫയൽ ചെയ്തു കഴിഞ്ഞു. ആ രീതിയിൽ നിയമപരമായിട്ടുള്ള ഒരു മുന്നേക്കം നടക്കുന്ന സമയത്ത് തന്നെയാണ് പ്രത്യക്ഷമായിട്ടുള്ള പരിപാടിയിലേക്കും ഇത്തരത്തിൽ ഈ ക്ഷേത്രഭൂമി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു അവബോധം പൊതുജനങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ തരത്തിൽ പ്രത്യക്ഷ പ്രക്ഷോഭങ്ങളിലേക്കും കടക്കാൻ വേണ്ടി തളി മഹാദേവ ആക്ഷൻ കൗൺസിലും ഹിന്ദു ഐക്യവേദിയും സംയുക്തമായിട്ട് നേതൃത്വം നൽകുന്നത്. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ജനം TV പുറത്തുവിട്ടിരുന്നു. അതിനെ ചൊല്ലി ആ സ്ഥലത്തൊക്കെയുള്ള ആളുകൾക്ക് വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 1900-ന്റെ തുടക്കത്തിലായിരുന്നു ഈ ക്ഷേത്രം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് ഈ ക്ഷേത്രഭൂമി വഖഫ് ബോർഡ് കൈവശപ്പെടുത്തുകയും ഇസ്ലാം മതപരിവർത്തന കേന്ദ്രമായിട്ടുള്ള മൗനത്തുൽ ഇസ്ലാം സഭയുടെ ഒരു സ്ഥാപനം, അറബിക് കോളേജ് അവിടെ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഘട്ടങ്ങളിലൊക്കെ തുടക്കത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് മുന്നിലേക്ക് പോവാതെയും ഈ മൗനത്തുൽ ഇസ്ലാം സഭയും വഖഫ് ബോർഡും ഈ ക്ഷേത്രഭൂമി പൂർണ്ണമായിട്ടും കൈവശപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട തളി ക്ഷേത്രങ്ങളിൽ, തളി മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്രം. 1900-ന്റെ തുടക്കത്തിൽ ആ ക്ഷേത്രം താൽക്കാലികമായി അല്ലെങ്കിൽ ചെറിയ രീതിയിൽ തകർക്കപ്പെടുന്നുണ്ട്. 1918-കളിലൊക്കെ ആ ക്ഷേത്രം തകർക്കപ്പെടുകയും അവിടെ പൂജാതി കാര്യങ്ങളൊക്കെ മുടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ ക്ഷേത്രം ഈ മൗനത്തുൽ ഇസ്ലാം സഭയുടെയും വഖഫ് ബോർഡിന്റെയും ഒക്കെ കൈവശം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് അവിടെ ക്ഷേത്ര ആചാരങ്ങൾ മുടങ്ങിക്കിടക്കുന്ന സമയത്ത് ആ ക്ഷേത്രഭൂമിയൊക്കെ കാട് കയറിയ സാഹചര്യത്തിലാണ് വ്യാജരേഖ ഉണ്ടാക്കി ആ ക്ഷേത്രഭൂമി വഖഫ് ബോർഡ് തട്ടിയെടുക്കുന്നത് എന്നാണ് ഹിന്ദു ഐക്യവേദിയും തളി മഹാദേവ ആക്ഷൻ കൗൺസിലും ഒക്കെ ആരോപിക്കുന്നത്. 1937-കളിൽ ഈ ക്ഷേത്രഭൂമി പൂർണ്ണമായിട്ടും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതിൽ നിന്നും മാറി ആമിനുമ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേതായി മാറുന്ന രേഖയാണ് ഈ വഖഫ് ചെയ്ത രേഖയുമായി ബന്ധപ്പെട്ട രേഖയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ഈ ആമിനുമയ്ക്ക് എവിടെ നിന്നാണ് ഈ ഭൂമി കിട്ടിയത് എന്നതിനെ സംബന്ധിച്ച രേഖകളൊന്നും പൊന്നാനി സബ് രജിസ്ട്രാർ ഓഫീസിലില്ല. ഇതിന്റെ ആധാരങ്ങളും ഇതിന്റെ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ഭൂമി ഗുരുവായൂർ ദേവസ്വം ഊരാളരായ മല്ലിശ്ശേരി മനയുടെയും സാമൂതിരി രാജാവിന്റെ കീഴിലാണ് ആ ഭൂമി എന്ന വിവരങ്ങളാണ് ഇതിന്റെ രജിസ്റ്ററിലും മറ്റും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട അടിവേരുകൾ അന്വേഷിച്ചു പോകുന്ന സമയത്ത് ഇതിന്റെ രേഖ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം, കൈവശാവകാശം ആരാണ് എന്നതിനെ സംബന്ധിച്ച രേഖകൾ വളരെ വ്യക്തമായിട്ട് ഗുരുവായൂർ ദേവസ്വം ഭൂമിയുടേതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. പക്ഷെ പിന്നീട് ഇത് ആമിനുമ്മ എന്ന് പറയുന്ന വ്യക്തി കൈവശപ്പെടുത്തിയതായും അവിടെ നിന്ന് മുഹമ്മദ്, അത്തക്കം വീട്ടിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ലഭിച്ചതായിട്ടുമാണ് ഇവർ രേഖ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ രേഖ തയ്യാറാക്കിയത് വ്യാജമായിട്ടാണ് എന്ന് ഹിന്ദു ഐക്യവേദിയും തളി മഹാദേവ ആക്ഷൻ കൗൺസിലും ആരോപിക്കുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ പ്രക്ഷോഭവുമായി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 1918-കളിൽ ക്ഷേത്രം തകർക്കപ്പെടുകയും 37-കളിൽ വ്യാജരേഖ ഉണ്ടാക്കുകയും 1958-ൽ ഈ ക്ഷേത്രഭൂമി വഖഫ് ചെയ്തതായിട്ടുള്ള ഒരു രേഖയും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും 2023-കളിലാണ് അവിടെ ആ ക്ഷേത്രഭൂമി നിന്ന സ്ഥലത്ത് മറ്റൊരു കെട്ടിടം, ഇസ്ലാം മതപരിവർത്തന സ്ഥാപനമായിട്ടുള്ള മൗനത്തുൽ ഇസ്ലാം സഭയുടെ പ്രവർത്തനം തുടങ്ങുന്നത് അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണം തുടങ്ങുന്നത്. 2 മാസം മുമ്പ് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും മൗനത്തുൽ ഇസ്ലാം സഭയുടെ പ്രവർത്തനം അവിടെ ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ 2023-ൽ ഇത്തരത്തിലൊരു കെട്ടിടം ക്ഷേത്രഭൂമിയിൽ നിർമ്മിക്കുന്നത് മനസ്സിലാക്കിയ തളി മഹാദേവ ആക്ഷൻ കൗൺസിൽ പഞ്ചായത്തിന് ഇത്തരത്തിൽ ഒരു നിവേദനം കൊടുക്കുകയും ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള നിർമ്മാണം നടക്കുന്നുണ്ട് എന്ന് അറിയിപ്പ് കൊടുക്കുകയും ചെയ്തതിനെ തുടർന്ന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ സ്റ്റോപ്പ് മെമ്മോയൊക്കെ മറികടന്നുകൊണ്ടായിരുന്നു
അവിടെ ഒരു നിർമ്മാണം നടക്കുകയും പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്ത് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലും തളി മഹാദേവ ആക്ഷൻ കൗൺസിൽ പരാതി നൽകി. അങ്ങനെ മാറഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറി പെരുമ്പടപ്പ് പോലീസിനോട് ഇവിടെ അനധികൃതമായ ഒരു നിർമ്മാണം നടക്കുന്നുണ്ട് എന്നും അത് തടയണമെന്നും ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് പോലീസ് സ്റ്റേഷൻ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതിനൊക്കെ മറികടന്നുകൊണ്ട് അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുകയും അത് പൂർത്തിയാക്കാനും ഒക്കെ വഖഫ് ബോർഡിനും മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഇതിനെതിരെയാണ് ഈ വിഷയം വലിയ രീതിയിൽ വാർത്തയാവുകയും ജനം TV ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമ സംഘം ഇത് ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടി വലിയ രീതിയിൽ ചർച്ചയാവുകയും ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതൃത്വമൊക്കെ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. അതിനെ തുടർന്നാണ് നിയമപരമായി മുന്നോട്ടേക്ക് പോകുന്നതിനൊപ്പം തന്നെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു സമര പരിപാടികളുമായി രംഗത്തേക്ക് പോകാൻ വേണ്ടി തളി മഹാദേവ ആക്ഷൻ കൗൺസിലിനെയും ഹിന്ദു ഐക്യവേദിയെയും പ്രേരിപ്പിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ പ്രത്യക്ഷമായിട്ടുള്ള പ്രക്ഷോഭം മുന്നിലേക്ക് നയിക്കുമെന്നും ഈ ക്ഷേത്രഭൂമി വിട്ടുകിട്ടുന്നതുവരെ സാധിക്കുന്ന രീതിയിലൊക്കെ പ്രക്ഷോഭം സംഘടിപ്പിക്കും എന്നുള്ള കാര്യമാണ് ഇരു സംഘടനകളും നമ്മളെ അറിയിച്ചിട്ടുള്ളത്. വിനോദ്, ദേവിക. അതെ, ശക്തമായ സമരം, ഇതിൻ്റെ പേരിൽ ക്ഷേത്രഭൂമി തിരികെ കിട്ടാൻ ഉള്ള സമരം പൊന്നാനിയിൽ ആരംഭിക്കും എന്നുള്ള കാര്യമാണ് ഹിന്ദു ഐക്യവേദി അറിയിച്ചിട്ടുള്ളത്.